അപ്പൊ ഈ 2019 41 പ്രവചനങ്ങളാണ്. ഈ പ്രവചനങ്ങളാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടും വരുന്നത്. പ്രവചനങ്ങൾ സ്വാഭാവികമായിട്ടും നടത്താറുണ്ട്. ലോകത്ത് നടക്കുന്ന, ഇന്ത്യക്കകത്തല്ല കേരളത്തിലകത്തല്ല, മൊത്തം വേൾഡിൽ നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ പഴയ ഫ്രഞ്ച് അതുപോലുള്ളതാണ്. അതുപോലെ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അത് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഈ വർഷം തന്നെ ജപ്പാനിൽ ഭൂകമ്പം സംഭവിക്കും പ്രവചനം നടത്തി 2 ദിവസം കഴിഞ്ഞ് ഫസ്റ്റിലത്തെ ദിവസം തന്നെ ജനുവരി 1 തന്നെ ജപ്പാനിൽ ഭൂകമ്പം നടത്തി. എടുത്തു പറഞ്ഞുകൊണ്ടാണ് ചെയ്തത്. അങ്ങനെ പല കാര്യങ്ങളും ഇതുപോലെ പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. അതിപ്പോൾ 91 പ്രവചനങ്ങളിൽ ഏകദേശം 61 പ്രവചനങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട്. അതിൻ്റെ ഡേറ്റ നമ്മുടെ സിസ്റ്റത്തിൽ ഇത് ചെയ്തിട്ടുണ്ട്, ഓരോ സ്ഥലത്ത് നടന്ന കാര്യം. അപ്പോൾ ഞാൻ ആദ്യം അതിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ വർഷം ഭൂകമ്പങ്ങളെയാണ് നമ്മൾ ഭയക്കേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പ്രവചനം നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ തീപിടുത്തങ്ങൾ ശ്രദ്ധിക്കണം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഹന അപകടങ്ങൾ വർദ്ധിക്കും, അരുംകൊലകൾ വർദ്ധിക്കും, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അത് ബേസായിട്ട് ഇൻട്രൊഡക്ഷനായിട്ട് പറയും. ഇപ്പം ഇത്തവണ ഞാൻ പറഞ്ഞത് ചന്ദ്രൻ്റെ സ്ഥിതി വെച്ചിട്ട് ഈ കാലത്ത് നമ്മൾ ഈ വർഷം ഭൂകമ്പങ്ങളെയാണ് നമ്മൾ കൂടുതലും ഭയക്കേണ്ടത്. അത് ചന്ദ്രൻ്റെ സ്ഥിതി മനസ്സിലാക്കിയിട്ടാണ് പറഞ്ഞത്. ഈ ചന്ദ്രനിൽ ചില കമ്പനങ്ങളും ഇത് ഉണ്ടാകുമ്പോൾ അത് ഭൂമിയിൽ ഭൂകമ്പങ്ങളായിട്ട് മാറും. ചന്ദ്രൻ്റെ ബേസ് മനസ്സിലാക്കിയാൽ ഭൂകമ്പങ്ങൾ. ഇടയ്ക്ക് അമേരിക്കയിലുള്ള എൻ്റെ ഒരു കസ്റ്റമർ എന്നെക്കുറിച്ച് നാസയ്ക്ക് കത്തയച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? അതുപോലെ ഇന്ത്യയിലെ ഒരു സയൻറ്റിസ്റ്റ്, IMRCയിലെ ഒരു സയൻറ്റിസ്റ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരാളുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെയൊക്കെ ഹാർഡ് കോപ്പി നമ്മളെ കയ്യിലുണ്ട്, എല്ലാം തെളിവ് സഹിതം വെച്ചിട്ടുണ്ട്. ഈ പൊളിറ്റീഷ്യൻസിനെ കുറിച്ചൊക്കെ പ്രവചിക്കാറുണ്ടല്ലോ, ഇഷ്ടം പോലെ അവരുടെ ജാതകവും ഭാവിയൊക്കെ ഈ വർഷം പ്രവചിച്ച. ഈ വർഷത്തിൽ തന്നെ ആദ്യത്തെ പ്രവചനം അതാണ്. ഇന്ത്യയിൽ പ്രധാനമന്ത്രി അത് 2019 തന്നെ പറഞ്ഞു. നരേന്ദ്രമോദിയാണ് ഇന്ത്യയിലെ അടുത്ത പ്രധാനമന്ത്രി. 350ഓളം സീറ്റുകൾ BJPക്കും 350-ന് മുകളിൽ BJPക്കും സഖ്യകക്ഷികൾക്കും കിട്ടുമെന്ന്. അത് 1991 ആദ്യത്തെ പ്രവചനമാണ് ചെയ്തത്. പിന്നെ 2019 തന്നെ പറഞ്ഞു 2023 നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയാവും. ഇത് ആദ്യം പ്രവചിക്കുന്നത് ഞാൻ തന്നെയാണ്. അന്ന് വേറെ ഒരു ഡിസീസിനെ കുറിച്ചും പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അത് 2019 നരേന്ദ്രമോദി അധികാരത്തിൽ വരും. അധികാരത്തിൽ വരുന്ന സമയത്ത് തന്നെ ലോകം വലിയൊരു ഇത് നേരിടേണ്ടതായിട്ട് വരും. നമ്മൾ അത് കൊറോണ കറക്റ്റായിട്ട് വന്നു. പിന്നെ നിപ്പ വൈറസ് വരുന്നത് ഞാൻ ആദ്യമേ പ്രവചിച്ചു. ഇപ്പം നിപ്പ വന്നപ്പോഴും ഞാൻ പറഞ്ഞു നിങ്ങൾ ഭയക്കണ്ട, 1 മാസത്തിനകത്ത് നിപ്പ കേരളം വിട്ടു പോകും. ഇതെല്ലാം ഓൾറെഡി യൂട്യൂബിൽ കിടക്കുന്നുണ്ട്.